ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് പോസിറ്റീവായി ചിന്തിക്കാം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന നെഗറ്റീവായി നമുക്ക് കരുതുന്ന കാര്യങ്ങളെ എങ്ങനെ പോസിറ്റീവായിട്ട് മാറ്റാം എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ്. ഒരു ചെരുപ്പ് കമ്പനി അവരുടെ പുതിയൊരു ബ്രാഞ്ചിലേക്ക് അവരുടെ എൻലാർജ് ചെയ്യുന്നതിനായിട്ട്, അവരുടെ ബിസിനസ് കൂട്ടുന്നതിനായിട്ട്, പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് സെയിൽസിലേക്ക് മാർക്കറ്റിങ്ങിലേക്കും ആളെ ആവശ്യമുണ്ട് എന്നുള്ളൊരു പരസ്യം കൊടുത്ത് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനകത്ത് കുറേ പേര് പങ്കെടുക്കുന്നു, ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്നു. അതിൽ 2 പേരെ സെലക്ട് ചെയ്യുന്നു. 2 പേരെ സെലക്ട് ചെയ്ത് അവരോട് കമ്പനിയെക്കുറിച്ചുള്ള വിവരങ്ങളും കമ്പനിക്ക് എങ്ങനെയാണ് പ്രോഡക്റ്റും ഇതെല്ലാം അവർ പരിചയപ്പെടുത്തി അവരുടെ ഫസ്റ്റ് ട്രെയിനിങ്ങും ഇതെല്ലാം കഴിയുന്നു. അത് കഴിയുമ്പോഴേക്കും അവരോട് പറയുന്നു, നിങ്ങൾക്ക് തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളെ പെർമനൻ്റ് ആക്കുന്നില്ല. നിങ്ങൾക്ക് 3 മാസം ഒരു ടെസ്റ്റ് പോലെയാണ്. കമ്പനിക്ക് ബ്രാഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിങ്ങൾ പോവുക, അവിടുത്തെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെക്കുറിച്ച് പഠിക്കുക, അതിനുശേഷം അറിയിക്കുക. അതിനുശേഷം അവിടെ ഉണ്ടാകുന്ന ബിസിനസ് അനുസരിച്ചിട്ടായിരിക്കും പെർമനൻ്റ് ആക്കുന്നതും ബാക്കിയുള്ള മറ്റു കാര്യങ്ങൾ ജോലിയിലൂടെ. അങ്ങനെ 2 പേരും പോകുന്നു. 2 പേരും 2 ഭാഗത്ത് പോയി ഇതാവുന്നു. അപ്പം സെപ്പറേറ്റാണ്, അവർ ഒരുമിച്ചല്ല വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നു. അവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ആ നാട്ടുകാരും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അങ്ങനെ 2 പേരും 3 മാസം അവിടെ തങ്ങി അവിടെയുള്ള സ്ഥലങ്ങൾ മുഴുവനും കണ്ടു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ആൾക്കാരെല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്നു. തിരിച്ചു വന്നതിന് ശേഷം ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ആദ്യത്തെ ആളോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ വ്യൂ പോയിൻ്റ്, എങ്ങനെയാണ് നിങ്ങളതിനെ നോക്കിക്കാണുന്നത് ചോദിക്കുന്ന സമയത്ത് ആദ്യത്തെ ആൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നമ്മുടെ ബിസിനസ് ഒരിക്കലും അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെയുള്ള ആൾക്കാരും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. ചെരുപ്പ് ഉപയോഗിക്കാത്തൊരു സ്ഥലത്ത് ചെരുപ്പിൻ്റെ ബിസിനസ് നമ്മൾ തുടങ്ങിയിട്ട് എന്താണ് കാര്യം? നമുക്കൊരിക്കലും അവിടെ നമുക്ക് ഉയരാൻ പറ്റില്ല. ഓക്കെ, ശരി. അപ്പം അത് പോട്ട് കൊടുക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ മാനേജറാകെ ഇതായിപ്പോയി, എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കാരണം ഇത്രയും ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് എക്സ്പെൻസ് ഉണ്ടായി. അപ്പോൾ അവിടെ ഇതുണ്ടാവുമെന്ന് കരുതി അങ്ങനെ രണ്ടാമത്തെ ആളെ വിളിക്കുന്നു. രണ്ടാമത്തെ ആൾ വന്നിട്ട് രണ്ടാമത്തെ ആളോട് ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്താണ്, എങ്ങനെയാണ് നമുക്കവിടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്? അയാളുടെ മറുപടി ഇങ്ങനെയാണ്: നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം അതാണ് ആ സ്ഥലം. കാരണം അവിടുത്തെ ആൾക്കാരും ചെരുപ്പ് ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അവിടെ ഒരു ചെരുപ്പ് കമ്പനിയോ ചെരുപ്പിൻ്റെ കടയോ ഒന്നുമില്ല. അവിടുത്തെ ആദ്യത്തെ ചെരുപ്പ് ബിസിനസ് നമ്മുടേതായിരിക്കും. അങ്ങനെ നമ്മളവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ മൊണോപ്പൊളിയായി മാറും. ബിസിനസ് മുഴുവൻ നമുക്ക് കിട്ടും. നമുക്ക് മാക്സിമം ആൾക്കാരെ ഇത് ചെയ്യാൻ പറ്റും. കുറച്ച് സമയമെടുക്കും, പക്ഷെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ചെരുപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇതാണെന്നുള്ളത്. വളരെ ഹാപ്പിയായി. രണ്ടാമത്തെ ആളെ പെർമനൻ്റാക്കി. ഒന്നാമത്തെ ആൾക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നോക്കിക്കാണുന്ന കാര്യം, 2 പേര് ഒരു കാര്യം നോക്കിക്കാണുമ്പോൾ ചിലപ്പം 2 പേര് 2 രീതിയിലായിരിക്കും കാണുന്നത്. നമ്മളതിനെ പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. എല്ലാ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. അത് ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.